ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേരും ഉപവസിക്കുന്നത് കണ്ടിട്ട് ചില ആളുകൾ വന്ന് യേശുനാഥനോട് ചോദിക്കുകയാണ്, യഹൂദർ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേരും ഒക്കെ ഉപവസിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? അപ്പോൾ അതിന് ഉത്തരമായ യേശുനാഥൻ പറയുകയാണ്, മണവാളൻ കൂടെയുള്ളവർ ഉപവസിക്കേണ്ട കാര്യമില്ല, ഈശോയാണ് മണവാളൻ. അപ്പോൾ ഇവിടെ ഈ ആളുകൾ ഇത് ചോദിക്കുന്നതിന് പിന്നിലെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് വർഷത്തിലൊരിക്കൽ ആണ് അവർ ഉപവസിച്ചിരുന്നത് സാധാരണ രീതിയിൽ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഫരിസേരും നിയമജ്ഞരുമൊക്കെ അത് എല്ലാ ആഴ്ചയും 2 ദിവസമൊക്കെ ഉപവസിക്കുന്ന ഒരു രീതി പിന്തുടർന്നു വരുന്നു. അപ്പം അവരെക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ അവർ മറ്റു മനുഷ്യരെ അവരുടെ ഭക്തി കാണിക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു നിയമവ്യവസ്ഥതയായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നത് അവരൊരു സന്യാസ ജീവിത രീതിയൊക്കെ തുടർന്നിരുന്ന മനുഷ്യരാണ്. അവർ മരുഭൂമിയിലൊക്കെ ജീവിച്ചിരുന്ന എസീനികളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ യേശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, മിശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഈ 2 പേരുടെയും പശ്ചാത്തലത്തിലാണ് യേശുവിനോട് ഇവരിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഈശോയാണ് യഥാർത്ഥ മിശിഹ എന്നിവർ മനസ്സിലാക്കാതെയാണ് ഈ ഒരു ചോദ്യം തന്നെ അവനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ ദൈവത്തെ അവരുടെ ചട്ടക്കൂടിൽ നിർത്താൻ ശ്രമിച്ചിരുന്ന മനുഷ്യരാണ് അവർ. ഇങ്ങനെ ഉപവസിക്കണം, അപ്പോഴേ ദൈവം ഇടപെടുകയുള്ളൂ. അപ്പം അങ്ങനെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ദൈവത്തെ നിർത്താൻ പരിശ്രമിക്കുന്നു. പക്ഷേ ദൈവമാകട്ടെ അവിടുന്ന് പുതിയ വീഞ്ഞിൻ്റെ ദൈവമാണ്. അവിടുന്ന് ഓരോ നിമിഷവും മനുഷ്യനെ സ്നേഹിക്കുകയും കൂടുതൽ നന്മകൾ നൽകാൻ അവൻ ഏതെല്ലാം വഴികളാണോ ആ വഴികൾ ആലോചിക്കുകയും ആ വഴികളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. പക്ഷേ ഇവിടെ ഈ മനുഷ്യർ ഒരു ചട്ടക്കൂടിലാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ എന്നൊക്കെ കരുതിക്കൊണ്ട് ദൈവത്തെ തന്നെ ഒരു ചട്ടക്കൂടിൽ നിർത്താൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഇടുങ്ങിയ ചിന്താഗതിക്കെതിരാണ് യേശുനാഥൻ പറയുന്നത്. പഴയ വീഞ്ഞല്ല, യേശുനാഥൻ പുതിയ വീഞ്ഞും പുതിയ തോൽക്കുടമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പുതിയ തോൽക്കുടങ്ങളുടെ ഹൃദയങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വചനം നമുക്ക് നൽകുന്ന ഒരു സൂചനയും അതാണ്. ദൈവം ഏത് രീതിയിലും മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാം. അപ്പം ഓരോരുത്തർക്കും ഓരോ ഭക്തിയാണ്. ഈ എല്ലാവരും ഉപവസിക്കണമെന്നോ എല്ലാവരും ഒരേ ഭക്തിമാർഗം പിന്തുടരണമെന്നോ അല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവൻ എടുക്കുന്ന ഭക്തിമാർഗങ്ങളിൽ ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവൻ്റെ കൂടെ ഇടപെടുകയും ചെയ്യുന്ന സൂചനയാണ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടിലും ചില മനുഷ്യരുടെയെങ്കിലും ഭക്തിയെ നമ്മളും നിരുത്സാഹപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വിധിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ യേശുനാഥൻ അതിനെതിരെ നൽകുന്ന ഒരു താക്കീത് കൂടെയാണ് ഈ സുവിശേഷ ഭാഗം. ഓരോ മനുഷ്യർക്കും അവരുടേതായ ഭക്തിയുണ്ട്. ആ മനുഷ്യരുടെ ജീവിത രീതിയിൽ ദൈവം ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പുവരികയാണ്. അപ്പോൾ ഈ ആളുകളെപ്പോലെ ഇടുങ്ങിയ ചിന്താഗതി മാറ്റിക്കൊണ്ട് ക്രിസ്തു എന്ന മണവാളനെ സ്വീകരിക്കുന്ന പുതിയ ചിന്താഗതിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.